എന്താണ് ഇത്ര കൂന്തള്ളിച്ച് വരാൻ കാര്യം എന്താണ്? ഭയങ്കര സന്തോഷമാണ് എനിക്കിന്ന്. എന്ത് കാര്യത്തിന്? അതായത് എനിക്കിന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ കവിതക്ക് ഓടക്കുഴൽ അവാർഡ് കിട്ടി. അത് ഭയങ്കര സംഭവമായി പോയി. വെരി ഗുഡ്. അത് കേശവ മാമ, അത് നിങ്ങളുടെ പാട്ടിലൊന്നും നമുക്ക് സംശയങ്ങളൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം വരികൾ എഴുതുന്ന ആളാണ്, പാടുന്ന ആളാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടിയതിൽ വലിയ സന്തോഷം. അത് ഫണ്ട്സ് അപ്പോൺ എ ടൈമിന് തന്നെ കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഈ അവസരത്തിന് നമ്മൾ മനസ്സിലാക്കാം. താങ്ക് യു. ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തമ്പൂര് ഇടണ്ടേന് ഒരു ആരാ ഡിസ്കോന്റെ സംഭവം വായിച്ചത്. അത് ബിജു ആണ്. അതിന്റെ എൻട്രി അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. ലിനു ബിജു ആണ്. അതാണ് കയ്യിൽ നിന്ന് പോയത്. തമ്പൂരിട്ട് കൊടുക്കണ്ടേ കവിയൊക്കെ വരുമ്പോ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, എന്തായാലും ഞാൻ വന്ന ദിവസം തന്നെ ഇത് അവാർഡ് കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അത് ഏത് കവിതയായിരുന്നു? അത് കവിത ആശാന്റെ സ്കെച്ച്. എന്റെ ആശാൻ ഉണ്ടായ ഒരു സംഭവം തന്നെയാണ് അത്. ഞാൻ എഴുതി. അപ്പൊ ആശാന്റെ സ്കെച്ച് എന്നാണ് കവിതയുടെ പേര്. ആയിക്കോട്ടെ, ഒന്ന് കേൾക്കാം. ആളിത്തിരി പ്രശ്നക്കാരനായിരുന്നു. ബാല്യകാലം തുടങ്ങിയുള്ള ഒരു സംഭവങ്ങൾ ചേർത്ത് എഴുതിയ ഒരു എന്റെ ഒരു രചന. ഇതുവരെ വരാത്തൊരു കവിത കേട്ടാ. ഞാൻ തുടങ്ങിക്കോട്ടെ. തുടങ്ങിയോ? വറകല ചട്ടിയിലെ കരിതോണ്ടി മോന്തയിൽ കപ്പട മീശ വരച്ച് അതു കാട്ടി രണ്ടിലെ ടീച്ചറാം സരളയെ ആശാൻ വിറപ്പിച്ചു പണ്ട്. കലികൊണ്ടു ടീച്ചർ ചെവിക്കു പിടിച്ചതിൽ പ്രതികാരമാണ് ആദ്യം സ്കെച്ച്. കരികൊണ്ടു ബാത്റൂമിൽ സ്കെച്ചിട്ടു, അത് പിന്നെ കൊട്ടേഷനായി വളർന്നു. കാൽ വെട്ടുവാൻ 2, കൈ വെട്ടുവാൻ 4, തല വെട്ടുവാൻ 8 ലക്ഷം. കൊട്ടേഷൻ അല്ലെങ്കിൽ തലയെല്ലാം മുടി വെട്ടും, അതിന് 50 കൂലി വാങ്ങൂ. അതുമില്ലിൽ കോൺട്രാക്ടർ അവറാന്റെ കൂട്ടത്തിൽ വാർക്കപ്പണിക്കങ്ങ് പോകും. പൊരിയുന്ന വെയിലത്ത് ചട്ടി ചുമന്നിടും തെല്ലുളുപ്പില്ലാത്ത ആശാൻ, തെല്ലുളുപ്പില്ലാത്ത ആശാൻ. സ്കെച്ചിട്ടു സ്കെച്ച് കൊണ്ടിട്ടിന്റെ പണി കിട്ടിയ ആശാൻ ഇരിപ്പാൻ. ആശാനറിയാതെ നാട്ടുകാർ സ്കെച്ചിട്ടു ദേഹത്തിനൊരുപാട് സ്റ്റിച്ച്. ആശാന്റെ ദേഹത്തിലൊരുപാട് സ്റ്റിച്ച്. അല്ല എല്ലാരും കൈയടിക്കാൻ പറട്ടെ. അമ്മ, ഇത് നുണയല്ലേ പറഞ്ഞത്? ഈ കവിതയ്ക്ക് എങ്ങനെ ഓടക്കുഴൽ അവാർഡ് കിട്ടിയെന്നാണ് പറയുന്നത്? ഇല്ല കിട്ടില്ല. ആ കാര്യത്തിൽ ഞാൻ അമ്മാവന്റെ പക്ഷത്താട്ടെ. അല്ല, കിട്ടില്ല. വൃത്തിയായിട്ട് ഞാൻ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അത് എന്റെ വാക്കുകൾ അത് കേൾക്കും. ഷാരടി എന്റെ വീടിന്റെ അടുത്ത തുഷാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികത്തിന് ഞാൻ ഈ കവിത പാടിയിട്ട് ആ ക്ലബ്ബുകാർ എനിക്ക് തന്നതാണ് ഈ ഓടക്കുഴൽ. ഓടക്കുഴൽ അവാർഡ്. സംശയം ഉണ്ടെങ്കിൽ ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് സാധനം. ഇങ്ങനത്തെ ഓടക്കുഴൽ. പക്ഷേ രമേശേട്ടാ, സമ്മാനം തന്നെയാണ്. ഒരാള് നമുക്ക് സമ്മാനമായിട്ട് തന്നത് ഓടക്കുഴൽ. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെറിയ സാധനം നമുക്ക് കിട്ടിയ സമ്മാനം 2 കൈ നീട്ടി സ്വീകരിക്കാം. ഞാൻ സ്വീകരിച്ചാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്ക് തന്നതാ വേദിയിലിട്ട്. അതെ, എനിക്കും അതാ പറയാനുള്ളത്. സമ്മാനം എന്ന് പറയുമ്പോൾ അതൊരു അക്കംപ്ലിഷ്മെന്റ് ആണ്. അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മളത്. ഏട്ടാ, കൺഗ്രാറ്റ്സ്. എന്താ ഇത്? എന്റെ പൊന്നുമോളെ, ഞാൻ ഈ കവിത അവിടെ സ്റ്റേജിൽ നിന്ന് പാടിയപ്പോഴുണ്ടല്ലോ, ആ കമ്മിറ്റിക്കാരെ കൂടി വന്നിട്ട് ഒരു പാക്കറ്റ് കർപ്പൂരം എന്റെ ഈ കൈവെള്ളയിൽ വെച്ചിട്ട് അവർ കത്തിച്ച്. എന്നിട്ട് ഞാൻ അവിടെ ഓയിൽമെന്റ് വരട്ടിയൊക്കെ ഇരുന്ന് നിറച്ച്. കഴിയാ പൊക്കോളൂ, അത് കുഴപ്പമില്ല. അത് നിക്ക് വേണ്ട. ഇത് വെച്ചങ്ങോട്ട് തുടച്ചോ. ഇത് വെച്ച് തുടച്ചോ. കവിത വെച്ച് തുടച്ചോ, കുഴപ്പമില്ല. പേടിയാവേണം എനിക്കിത്. ഇനി സത്യം പറഞ്ഞാല് ഇത് ഓടക്കുഴലല്ല കേട്ടാ. ഈ കൈ പൊള്ളിയതിന് ശേഷമേ ഒരു ആശ്വാസത്തിന് വേണ്ടി ഊതാനെടുത്ത കുഴലാണ് ഇത്. ഇത് വെച്ച് ഊതിയിട്ടാണ് ഞാൻ പയ്യെ ആശ്വസിക്കണത്. ഇപ്പൊ ഒന്നുകൂടി കൂടിപ്പോയി. And now we are moving on.